ഇപ്പോൾ ഞാൻ പോകുന്നത് ലോകത്തിലെ തന്നെ പ്രശസ്തമായ ഒരു ആർട്ട് മ്യൂസിയത്തിലേക്കാണ്. പാരീസിലെ ലൂവർ മ്യൂസിയം. ലൂവർ മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ലെനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസയുടെ ആ ഒരു പിക്ചറും പിന്നെ നെപ്പോളിയൻ്റെ കൊട്ടാരവും പിന്നെ റീസെൻ്റ്ലി നടന്ന റോബറിയൊക്കെ കുറിച്ചാണ്. റോബറിയൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ നടന്നുകൊണ്ട് ആ ഒരു ഏരിയ ഒരു ഫെൻസ് കെട്ടി ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് ആക്ച്വലി ഈ റോഡ് സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് എടുത്താലും പോകാൻ പറ്റത്തില്ല. അവിടുത്തെ എൻട്രി അവർ താൽക്കാലികമായ ഒരു റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഈ കാണുന്നത് ലൂവർ മ്യൂസിയത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇത് ഒരു വലിയ കോർട്ട്യാർഡാണ്. ഇത് ഓരോ ബിൽഡിങ്ങിലും മ്യൂസിയത്തിൻ്റെ ഓരോ പാർട്സ് ഇങ്ങനെ നമുക്ക് സന്ദർശിക്കാൻ പറ്റും. അവിടുന്ന് ഞാൻ നേരെ പോയത് മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസിലോട്ടാണ്. ഈ കാണുന്ന ട്രയാങ്കിൾ പിരമിഡിലൂടെയാണ് നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. അത് ആക്ച്വലി അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഡയറക്റ്റ്ലി പോകുന്നത്. അവിടെ പോയി നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് മേളിലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ പറ്റും. 1989 ഈ ഗ്ലാസ് പിരമിഡ് പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്നത്. അപ്പോഴേക്കും എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടായിരുന്നു, മോഡേൺ ആർക്കിടെക്ചറും പുരാതനമായ ഈ കൊട്ടാരത്തിൻ്റെ ആർക്കിടെക്ചറും കൂടി എങ്ങനെ ഒരു സമന്വയിപ്പിച്ച് പോകും എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും അവർക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ ലൂവർ മ്യൂസിയത്തിൻ്റെ ഐക്കോണിക് സിമ്പിളായത് മാറുകയായിരുന്നു. ഈ ട്രയാങ്കുലർ പിരമിഡിൻ്റെ ആർക്കിടെക്ചറിൻ്റെ പേരാണ് IMPI. 21 മീറ്റർ ഉയരമുള്ള ഈ ഗ്ലാസ് പിരമിഡ് 600-ലധികം ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വലിയ ഗ്ലാസ് പിരമിഡിന് ചുറ്റുമായി 2-3-4 ഗ്ലാസ് പിരമിഡ്, ചെറിയ ഗ്ലാസ് പിരമിഡ് കൂടി നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ താഴേക്ക് നോക്കിയാൽ അണ്ടർഗ്രൗണ്ട് ആളുകൾ മ്യൂസിയത്തിനകത്തു കൂടെ നടന്നു പോകുന്നത് നമുക്ക് കാണാം. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പല സ്ലോട്ടുകളായിട്ടാണ് നമുക്കിവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈസ്റ്റർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ടിക്കറ്റ് കിട്ടുകയില്ലായിരുന്നു. മെയിൻ എൻട്രൻസിന് മുൻപിലായിട്ട് ഒരു 3-4 ലൈൻ എൻട്രി ഉണ്ട്. ലൈക്ക് 2:30, 1:00, 1:30 അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടും ഓരോ എൻട്രി ആളുകളെ കയറ്റിവിടും. അതായത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ സമയത്ത് അവിടെ ചെന്നാൽ മതി. പിന്നെ കൂടാതെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മ്യൂസിയം ഒരു 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ നമുക്ക് കണ്ടു തീർക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഇത് ആക്ച്വലി ഒരു ഫുൾ ഡേ എടുത്താലും ഈ മ്യൂസിയം ഫുള്ള് കണ്ടു തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റാത്തവർ 3 മണിക്ക് ഒരു എൻട്രി പ്രൊവൈഡ് ചെയ്യും. അതായത് 3 മണിക്ക് നമ്മൾ ക്യൂ നിൽക്കണം. എന്നിട്ട് അകത്ത് പോയിട്ട് നമുക്ക് ടിക്കറ്റ് മെഷീൻ പർച്ചേസ് ചെയ്യാം. അങ്ങനെ അത് വെച്ച് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ നല്ല മണിക്കൂർ ക്യൂ നിൽക്കാൻ പറ്റും. അങ്ങനെ 3 മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയ എനിക്ക് ഒരു 4:30 കഴിഞ്ഞപ്പോൾ ഒരു നിയർലി 5 o'clock ആയിട്ടാണ് അകത്ത് കയറാൻ പറ്റും. അത്ര നേരം ആ ട്രാവലിൽ ചുറ്റും അങ്ങനെ അകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്തു. €32 ആണ്. അവിടെ അകത്ത് നമുക്ക് ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഇഷ്ടംപോലെ കോഫി ആൻഡ് സ്നാക്സ് ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ആക്ച്വലി കയറിയപ്പോൾ തന്നെ ഫേമസ് പെയിൻറ്റിങ് മൊണാലിസ അന്വേഷിച്ചാണ് പോയത്. Wow, it's huge. Oh my God. Here. Can you see it? Inside here. There she is. Oh, there she is. La Joconde. This is the biggest picture. മൊണാലിസയെ കാണാനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. ക്യൂ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നെങ്കിൽ അകത്ത് കയറുമ്പോഴത്തേക്കും പിന്നെ അത്രയും ഒരു തിരക്കുണ്ടാകത്തില്ല. പിന്നെ മൊണാലിസയെ കാണാനായിരിക്കും നല്ല തിരക്ക്. സ്കൂളിലൊക്കെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൊണാലിസയുടെ പെയിൻറ്റിങ് നല്ല ഫേമസ് ആയിരുന്നു. അങ്ങനെ മൊണാലിസയെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടു. ആക്ച്വലി അതൊരു ചെറിയ പെയിൻറ്റിംഗ് ആണ്, പക്ഷേ ഇറ്റ്സ് വെരി ഫേമസ് ബിക്കോസ് ഇറ്റ്സ് ഡൺ ബൈ ലെനാർഡോ ഡാവിഞ്ചി. മൊണാലിസയുടെ സ്മൈലിന് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ സീക്രട്ട് സ്മൈൽ
ബിക്കോസ് നമ്മളെങ്ങനെ നോക്കുന്നോ അതിനനുസരിച്ചിരിക്കും അത് ആ ഫോട്ടോയിൽ നിന്ന് പിക്ചറിൽ പെയിൻറ്റിങ്ങിൽ നിന്ന് ഒരു റിപ്ലൈ തരുന്നുണ്ട്. 1911 ഈ ചിത്രം മോഷ്ടിക്കപ്പെടുന്നത്. പിന്നീട് കുറേയധികം ന്യൂസും ആൻഡ് ടോക്കൊക്കെ ഉണ്ടായി. അങ്ങനെ കലയിൽ ആർട്ട് ആൻഡ് എനിത്തിങ് ഇതിലൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും എല്ലാവർക്കും ഇപ്പം മൊണാലിസയെ അറിയാം. ഒന്നിലധികം തവണ തന്നെ മോഷ്ടിക്കാനുള്ള ഇഷ്ടംപോലെ ശ്രമങ്ങൾ നടന്നുകൊണ്ട് തന്നെ വൻ സെക്യൂരിറ്റിയാണ് മൊണാലിസയ്ക്ക് ലൂവർ മ്യൂസിയത്തിലുള്ളത്. ഒരു മോർ ദാൻ 8 സെക്യൂരിറ്റി ഗാർഡ് മുതൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് വരെ ആ പെയിൻറ്റിങ്ങിന് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ മ്യൂസിയത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ളൊരു വിങ്ങാണ്. ഈ ഒരു റൂംസിനാണ് നമ്മൾ കൂടുതലായും ഒരു ഓൾഡ് ആർക്കിടെക്ചർ ആൻഡ് വെരി റോയലി ടച്ച് കൊടുത്തവരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ലുക്സ് ലൈക്ക് റിയലി അമേസിങ് ആൻഡ് ദി ആർക്കിടെക്ചർ ഈസ് സ്റ്റണ്ണിങ്. ആൻഡ് ഇവിടെയുള്ള വാളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ആക്ച്വലി വാൾ പേപ്പറല്ല യൂസ് ചെയ്തേക്കുന്നത്. അത് ആക്ച്വലി ഒരു ക്ലോത്താണ്. നമ്മളത് വാളിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു കുഷ്യനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ആക്ച്വലി അവർ കുഷ്യൻ ആയിട്ട് മേക്ക് ചെയ്തിട്ട് അത് ക്ലോത്തിങ് കൊണ്ട് കവർ ചെയ്തേക്കുക. ആക്ച്വലി പെയിൻറ്റിങ് അല്ല. ഫോർ എക്സാമ്പിൾ ആ കാണുന്ന റെഡ് വാളടക്കം. ഇതാണ് അവിടുത്തെ വൺ ഓഫ് ദി ഗ്രാൻഡ് ഡൈനിങ് റൂം. ഈ ഒരു കോർട്ട്യാർഡും ലൊക്കേഷനും നമുക്ക് ആ ഡൈനിങ് റൂമിൻ്റെ അവിടെ നിന്നുള്ള വിൻഡോ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ്. ഇത് ആക്ച്വലി ഇംഗ്ലീഷ് സീരീസ് ഹാപ്പ് സ്റ്റോപ്പറിൽ ഈ ലൊക്കേഷനാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ ഗൂഗിൾ നോക്കി മാപ്പ് ചെയ്ത് ആക്ച്വലി നമുക്ക് ആ റൂം നമ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ലൊക്കേഷനും പിന്നെ ബാക്കി പോയ വഴിയുള്ളതെല്ലാം അങ്ങനെയായിരുന്നു കണ്ടു തീർത്തത്. ഈ വീഡിയോയിൽ ആക്ച്വലി മ്യൂസിയത്തിൻ്റെ ഫുൾ കവറേജ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ദി മ്യൂസിയം ഓൾറെഡി കണ്ടെയ്ൻസ് 35,000 മോർ ദാൻ ആർട്ട് വർക്ക്സ് അതിനകത്തുണ്ട്. അറൗണ്ട് 4 hours അകത്ത് സ്പെൻഡ് ചെയ്തത്. ആ 4 hours ഉള്ളിൽ എനിക്ക് മ്യൂസിയം ഫുള്ള് കണ്ടു തീർക്കാനേ പറ്റിയിട്ടില്ല. ഇത് വൺ ഓഫ് ദി ഫേമസ് സ്കൾപ്ചറാണ്. ആൻറ്റോണിയോ കനോവോ എന്ന പേരുള്ള ഒരു ഇറ്റാലിയൻ ആർട്ടിസ്റ്റാണ് ഇത് നിർമ്മിച്ചത്. ക്യൂപ്പിഡ് സൈക്കി എന്ന സ്ത്രീയെ താങ്ങിപ്പിടിക്കുന്നതാണ് ആ ആർട്ടിസ്റ്റ് ആ സ്കൾപ്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സൈക്കി എന്ന ഒരു സുന്ദരിയായ മനുഷ്യ സ്ത്രീ ഉണ്ടായിരുന്നു. അതാണ് ആ സ്ത്രീ. അവളുടെ സൗന്ദര്യം കാരണം വീനസ് എന്ന ദേവന് അസൂയപ്പെടുകയും വീനസ് അദ്ദേഹത്തിൻ്റെ മകൻ ക്യൂപ്പിഡിനെ ദാറ്റ്സ് എൻ ഏഞ്ചൽ അതിനെ ശിക്ഷിക്കാനായിട്ട് പറഞ്ഞയക്കുകയും ചെയ്യും. പക്ഷേ അവർ രണ്ടുപേരും തമ്മിൽ പ്രേമമാവുകയും അപ്പോൾ ഒരു ഉമ്മ കൊടുത്ത് ആ സ്ത്രീയെ ഉണർത്തുന്നതാണ് ആ സ്കൾപ്ചറിലുള്ളത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പെയിൻറ്റിംഗ് ആണത്. ഈ പെയിൻറ്റിങ് ആക്ച്വലി കിങ് നെപ്പോളിയൻ്റെ കൊറോണേഷൻ ടൈമിലുള്ള പിക്ചറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ പിക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാൽ നെപ്പോളിയൻ തന്നെയാണ് ക്വീൻ ജോസഫൈൻ്റെ തലയിലും പോപ്പിന് പകരം ക്രൗൺ വയ്ക്കുന്നത്. 1863 കണ്ടെത്തിയ ഈ ഒരു ഗ്രീക്ക് ശില്പം കടൽ യുദ്ധത്തിലെ വിജയത്തെ ആഘോഷിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. ഈ കാണുന്ന പെയിൻറ്റിങ്സ് എല്ലാം ലെനാർഡോ ഡാവിഞ്ചിയുടെ മറ്റ് പെയിൻറ്റിങ്സിൽ ഉള്ളവയാണ്.
ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റിങ്ങിൻ്റെ രണ്ട് വശവും നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരാളുടെ ഫ്രണ്ട് വശമാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കറക്റ്റ് ബാക്കും കാണാൻ പറ്റും. ഈ കാണുന്ന ഏറ്റവും വലിപ്പമുള്ള പെയിൻറ്റിങ് മൊണാലിസയുടെ നേരെ ഓപ്പോസിറ്റ് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്ങാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയി. എന്നിട്ടും നല്ല തിരക്കാണ് അകത്ത് കയറാനായിട്ട്. ഇതാണ് വീനസ് ഡെ മിലോ. 1820 ഗ്രീസിലെ മിലോ ദ്വീപിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ടാണ് ഇതിന് വീനസ് ഡെ മിലോ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇതാണ് അഥീന ഓഫ് വെലട്രി. നയൻ ഓ ക്ലോക്കാണ് മ്യൂസിയം ക്ലോസ് ചെയ്യുന്നത്. അവർ ഒരു 8:45 ആകുമ്പോൾ തന്നെ എല്ലാവരോടും ടൈം തീരാറായി എന്ന് പറയും. അങ്ങനെ എക്സിറ്റിലേക്ക് നടക്കുകയാണ്. അങ്ങനെയാണ് ഇൻവെർട്ടഡ് പിരമിഡ് കാണുന്നത്. ഈ വഴി പോകുമ്പോൾ തന്നെയാണ് ഇഷ്ടംപോലെ ഷോപ്പുകൾ, നമുക്ക് സുവനീർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ മ്യൂസിയത്തിൽ നിന്ന് ഡയറക്റ്റ് മെട്രോയിലേക്കുള്ള എൻട്രി ഉണ്ട്. കുറേയധികം എൻട്രി ആൻഡ് എക്സിറ്റ് ഈ മ്യൂസിയത്തിനുണ്ട്. ആക്ച്വലി നമ്മൾ ഒരു എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വഴിയിൽ കൂടെയാണ് ആക്ച്വലി എക്സിറ്റ് ആയത്.
കറക്റ്റ് ഒരു ചെറിയൊരു മെട്രോ അണ്ടർഗ്രൗണ്ടിൻ്റെ ആ ഒരു വഴി മാതിരി ഇരിക്കുന്ന ഒരു സ്റ്റെപ്പ് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നേരെ മേളിലേക്ക് കയറി ആ മെയിൻ ഗേറ്റിൻ്റെ അവിടെയാണ് ആക്ച്വലി നമ്മൾ എക്സിറ്റ് ആയത്. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഫുള്ള് ഡാർക്കായിരുന്നു. മ്യൂസിയം ഒരു പ്രത്യേക വൈബായി വിത്ത് വാം ലൈറ്റ്സിൽ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് വിചാരിച്ചൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു.